ജിനൂസ് ഫാഷനിൽ നിന്ന് നമ്മൾ ഒരു വെറൈറ്റി റെസിപ്പിയാണ് തയ്യാർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ആണല്ലേ, ഇപ്പൊ നമുക്ക് പുളി എല്ലായിടത്തും കിട്ടുന്നതാണ്. ഇതെന്ന് വെച്ചാൽ പച്ചപ്പുളിയാണ് കേട്ടോ, പഴുത്തതല്ല, പച്ചപ്പുളിയാണ്. ഇത് നമുക്ക് കുരുവൊക്കെ ഒന്ന് ആയി വരുന്നതിന് മുമ്പുള്ള ഒരു സമയത്തുള്ള പുളി കേട്ടോ. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ അടിപൊളി ചട്നിയാണ് തയ്യാർ ചെയ്യാനായിട്ട് പോകുന്നത്. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അറിയാലോ, പുളിയും അതിന് പറ്റിയ എരിവും ഒക്കെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും പച്ച പുളി കയ്യിലുള്ളവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ആണ്. കാരണം എന്ന് വെച്ചാൽ ഇത് കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവറും അതിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിപ്പോൾ നമുക്കറിയാം, ഓരോ സീസൺ ടൈമിൽ വരുന്ന ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും നമ്മൾ കഴിക്കണം എന്നുള്ളതാണ്. കാരണം അത് പ്രകൃതി തരുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതാണ്. അപ്പോൾ ആ സീസൺ വൈസ് വരുന്നതല്ലേ. അപ്പോൾ പച്ച നല്ല പുളി കിട്ടുവാണെങ്കിൽ ജസ്റ്റ് കിളുന്ന് വരുന്നത് വെച്ചാൽ കുരു പോലും അത്ര ഇതായിട്ടില്ല. അപ്പം അങ്ങനത്തെ പുളി നിങ്ങളുടെ കയ്യിൽ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പച്ചപ്പുളി ഉപയോഗിച്ചുള്ള ചമ്മന്തി എങ്ങനെ തയ്യാർ ചെയ്യാമെന്ന് കാണാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണ് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂണ് ഉലുവയാണ്, ഉലുവ ഇട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് കടുക് ഒന്ന് പൊട്ടുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 15 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. എരിവിന് ആവശ്യമായിട്ട് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര എരിവ് വേണമെന്ന് നോക്കി അതനുസരിച്ച് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതെല്ലാം നമുക്ക് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുക്കാം. നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ മുളകും എല്ലാം നന്നായിട്ട് എണ്ണയിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം നമുക്ക് മിക്സി ജാറിലിട്ടൊന്ന് പൊടിക്കേണ്ടതാണ്. അപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇനി നമുക്ക് പുളി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കണ്ടില്ലേ, പുളി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ കടുകും അതുപോലെ ഉലുവായും വറ്റൽമുളകും എല്ലാം നമ്മൾ മൂപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് തണുത്തിട്ടുണ്ട്. നമുക്ക് ഇതും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരണം. നമ്മളൊരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറ്റൽമുളകെല്ലാം നന്നായിട്ട് കണ്ടില്ലേ തണുത്തിട്ടുണ്ട്. ഇത് ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിനകത്തേക്ക് നമുക്കൊരു 10-12 വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ ഉപ്പും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. പിന്നെ ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളിതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അരയ്ക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് അരയ്ക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് അരച്ചെടുക്കാം. പിന്നെ അടുത്തായിട്ട് നമുക്ക് കടുക് വറുക്കണം. ഇപ്പം ഫ്ലെയിം ഓൺ ചെയ്തു. ചെറിയൊരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതുപോലെ കടലപ്പരിപ്പ് ഇടുന്നുണ്ട്. ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. എല്ലാം 1 ടീസ്പൂണാണ് ഞാൻ ഇട്ടേക്കുന്നത്. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിത് നമ്മുടെ പുളി ചട്നിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാമെങ്കിൽ നമ്മുടെ പെട്ടെന്ന് തന്നെ നമുക്കൊരു പുളിയുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പം ചോറിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് ദോശയുടെ കൂടെ ഒക്കെ ആണെങ്കിലും പുളി ഇഷ്ടപ്പെടുന്നവർക്ക് ആർക്കാണെങ്കിലും നമുക്ക് ഇതുണ്ടാക്കി വെക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മുടെ പച്ച പുളി ഉപയോഗിച്ച് നമുക്ക് നല്ല അടിപൊളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം കമൻസ് വഴി എന്നെ അറിയിക്കുക. അപ്പോൾ ഇത് നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ. പുളിയുടെ നമ്മുടെ തൊലിയും ചെറിയ സീഡാണ്, ഉണ്ടായി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം കൂടെ ഇതിനകത്ത് നമുക്ക് നല്ലപോലെ കടിക്കാനായിട്ടും കിട്ടും. നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ചെയ്തതിന് ശേഷം കമൻസിലായിരിക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലെ തന്നെ നല്ല അടിപൊളി റെസിപ്പീസുമായിട്ട് വീണ്ടും വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ജീവൻ.